മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി കാര്യങ്ങളൊക്കെ നല്ല ഉറപ്പുണ്ട് സാറേ. ആ യൂണിഫോം അയച്ചു വെച്ചാൽ പിള്ളേർക്ക് നല്ല ഉറപ്പുണ്ടാവും. അല്ല, നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് പോലീസുകാരും പറഞ്ഞ പോലെ. ഇപ്പൊ ഈ ഇടക്കാലം കൊണ്ട് തൂഫാൻ എന്ന് പറഞ്ഞിട്ട് നല്ല രീതിക്ക് നല്ല മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് കണ്ട ഒരു വീഡിയോയാണ്, കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു സംഭവമാണ്. അതായത് ഈ പോർച്ചുഗലിന്റെ കാറ് മോഡിഫിക്കേഷൻ ചെയ്ത് അത് അനുമതി കൊടുത്തതാണ് ഏറ്റവും വലിയ രസം. നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറയും ബാഗിക്കുന്നവരെ കുത്തും എന്നുള്ള രീതിക്കാണ്. അതായത് പൂക്കി മുഖ്യമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും അതായത് ആഭ്യന്തരമന്ത്രിയും കൂടി ഇവർക്കൊക്കെ അതിൻ്റെതായ ഒരു സംവിധാനം ഒരുപ്പിച്ചു കൊടുത്തു. അവസാനം ഒരു പ്രതിയെ കൊണ്ടുവന്നു, അതായത് വലിയ പിടികെട്ട പ്രതിയെ കൊണ്ടുപോകുന്നതിന് ഞാൻ അറിയുന്ന ഒരു പയ്യൻ. എന്തായിക്കോട്ടെ, ചിലപ്പോൾ തെറ്റ് അവരുടെ ഭാഗത്തുണ്ടാവാം. ഇറക്കി കൊണ്ടുപോകണത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട്. അതായത് ഈ ഇലക്ഷന് മുമ്പ് അദ്ദേഹം ഒരു വാഗ്ദാനം നൽകി, മോഡിഫിക്കേഷൻ എന്നുള്ളൊരു വാഗ്ദാനം, വലിയൊരു വാഗ്ദാനം. അതായത് ഈ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ നമ്മുടെ യൂത്തന്മാരെയൊക്കെ പിടിച്ച് കുലുക്കണ ഒരു വാഗ്ദാനമാണ്. അതിന് പതിലായിട്ട് ഒരുപാട് ഇപ്പൊ കിട്ടി. അതിനെ സപ്പോർട്ട് ചെയ്തവരൊന്നും ഇപ്പൊ കാണാനുമില്ല. എവിടെ പോയ ഏത് പൊത്തിലേക്കാ പോയെന്ന് നമ്മളൊന്നും പറഞ്ഞ് നടപടിയില്ലാത്ത കാര്യമാണ് ഇതൊക്കെ ജയിക്കാൻ വേണ്ടി. അതായത് എടാ, പൊളിറ്റീഷ്യനാണത്, പൊളിറ്റിക്കാണ്, അത് രാഷ്ട്രീയമാണ്, അവിടെ അങ്ങനെയാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ പോലും ലേശം ഉളുപ്പും വിവരമില്ലാത്ത ആൾക്കാരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത്. ഇന്നിപ്പോ അതെ ആ ഒരു പയ്യൻ ആ ഒരു ഇതൊക്കെ ചെയ്തിട്ട് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോണ സീനാണ്. എന്ത് പറയാനാ, നിങ്ങൾ തന്നെ പറ. അല്ലാണ്ട് അത് പിടിച്ചുകൊണ്ട് പോകണണ്ട പോലീസുകാർ. എന്ത് സിമ്പിൾ ആയിട്ടാ ഒരു വലിയൊരു കിടിയിട്ട ആ പുള്ളീനെ പിടിച്ചുകൊണ്ട് പോകണ പോലെ. അത് തൂഫാന്റെ ഭാഗമായിട്ടാണ് ചിലവരൊക്കെ ചിത്രീകരിച്ച് വരുത്തുന്നത്. എന്ത് പാടേ. എന്തായാലും കാത്തിരുന്നോ, വണ്ടിയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യണ്ടേ. അതിൽ ചിരി മാത്രമേ ഉള്ളൂ, ചിരി ഉണ്ടല്ലോ, അത് മതി. മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി കാര്യങ്ങളൊക്കെ